അയ്യപ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയ്യൻ പ്ലസ് അപ്പൻ. അയ്യൻ എന്ന് പറഞ്ഞാൽ പഴയ ഭാഷയിൽ വിഷ്ണു എന്നാണ്. അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശൈവ പദമാണ്. അങ്ങനെ അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ച വ്യക്തി. വൈഷ്ണവിസത്തെയും ശൈവിസത്തെയും അഥവാ വൈഷ്ണവധർമ്മത്തെയും ശൈവധർമ്മത്തെയും ഒന്നിപ്പിച്ച വ്യക്തി എന്നർത്ഥത്തിലാണ് മണികണ്ഠനെ അയ്യപ്പൻ എന്ന സ്ഥാനപ്പേര് നൽകി അലങ്കരിച്ചിരിക്കുന്നത്. ശബരിമല എന്ന ക്ഷേത്രത്തിന് 5000-5500 വർഷത്തിലധികം പഴക്കമുണ്ട്. അതിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ ഏറ്റവും ആദിമമായ നിർമ്മിതികളിലൊന്നാണ്. വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, സിമ്പിൾ ദ ഏർലിയസ്റ്റ്. അതേപോലെ ശബരിമലയുടെ ചരിത്രം പരിശോധിച്ചാൽ ശ്രീ ധർമ്മശാസ്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളൊരു വൈദിക മൂർത്തിയാണ്. പക്ഷേ മണികണ്ഠസ്വാമി അഥവാ അയ്യപ്പൻ ചരിത്രപുരുഷനാണ്, അവതാരമാണ്, ദൈവമാണ്, യോഗിയാണ്. ആ രീതിയിൽ അയ്യനെയും അപ്പനെയും ശൈവ വൈഷ്ണവ ധർമ്മങ്ങളെ സമന്വയിപ്പിച്ച് ശ്രീധർമ്മശാസ്താവിലേക്ക് ലയിച്ചു ചേർന്ന സ്വാമി അയ്യപ്പനെയാണ്, മണികണ്ഠനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ആത്മീയ ദൃഷ്ടിയിൽ ധർമ്മശാസ്താവും അയ്യപ്പനും ഒന്നാണെങ്കിലും ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവർക്ക് ഇവരുടേതായ തനത് സ്വരൂപങ്ങളുണ്ട്.